കാട്ടാട അങ്ങോട്ട് ഓടിയത്? കാട്ടാടാ? ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചേട്ടായി രാവിലെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ജോലിക്ക് പോയി. അക്കു മുറ്റം അടിച്ച് വരുന്നുണ്ട് കേട്ടോ. അക്കുന് ഉച്ചയ്ക്ക് ട്യൂഷന് പോകണം. അന്നേരം ചേട്ടായിക്കുള്ള ചോറ് കൊടുത്തു വിടണം അവളുടെ കയ്യിൽ. ചേനയും പരിപ്പും കൂടെ എരിശ്ശേരി വെക്കാൻ വേണ്ടിയിട്ട് തേങ്ങ, മഞ്ഞൾ, ജീരകം, ചെറിയുള്ളി, വെളുത്തുള്ളി, പിന്നെ 2 പച്ചമുളകും കൂടി ആട്ടോ എടുത്തേക്കുന്നത്. ഇതൊന്ന് ചെറിയ തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം. ചേനയും പരിപ്പും കൂടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം നമ്മൾ എരിശ്ശേരി വെക്കുമ്പം പച്ചമുളകോ കാന്താരിയോ അല്ലാതെ നമുക്ക് വറ്റൽമുളകില്ലേ, ഉണക്കമുളകൊന്നും പറയുമല്ലോ, അത് വേണേലും അരയ്ക്കാം കേട്ടോ. അധികം വറ്റൽമുളക് അരയ്ക്കരുത്, അന്നേരം കളർ അങ്ങ് മാറിപ്പോകും. ഒരു 2 3 എണ്ണമൊക്കെ എരിവുള്ളത് അരച്ചാൽ മതി. പരിപ്പ് ഞാൻ കഴുകിയിട്ട് കുക്കറിൽ ഇട്ടിട്ടുണ്ട്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചേന പ്രത്യേകിച്ചൊരു രീതിയിലൊന്നും അരിയൊന്നും വേണ്ട, ഇച്ചിരി വലുപ്പത്തിൽ അരിഞ്ഞെടുക്കണം. പ്രത്യേകിച്ചൊരു ഷേപ്പൊന്നുമില്ല, ഇച്ചിരി വലുപ്പത്തിൽ അരിഞ്ഞെടുത്തേക്കുക. ഈ പരിപ്പ് വേഗന്ന് ആയതുകൊണ്ട് കേട്ടോ ചേനയുടെ കൂടെ തന്നെ ഇട്ട് വേവിക്കുന്നത്. ഇനി ഇത് വെന്ത് കഴിയുമ്പം കുറച്ചൊന്ന് ഉടച്ചു കൊടുക്കും. ചേന ഇച്ചിരി വലുതായിട്ടല്ലേ മുറിച്ചേക്കുന്നത്, അതുകൊണ്ട് അങ്ങ് വല്ലാതെ ഉടഞ്ഞു പോകത്തുമില്ല, ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ചേന കൊണ്ട് മാത്രമല്ല കപ്പളങ്ങായും ഏത്തക്കായും ഒക്കെ ഇതുപോലെ എരിശ്ശേരി വെക്കാൻ എടുക്കുവേ. കുറച്ച് ഉപ്പും പിന്നെ ഞാൻ മഞ്ഞളും ഇട്ടിട്ടുണ്ട് കേട്ടോ. തേങ്ങ അരച്ചതിനകത്ത് കുറച്ച് മഞ്ഞൾ ഇട്ടു, ഇതിനകത്തും ഒരു ശകലം മഞ്ഞൾ വേണം. എരിശ്ശേരിക്ക് കടുക് വറക്കാൻ വേണ്ടിയിട്ട് ഒരു 2 സ്പൂൺ തേങ്ങയും പിന്നെ കുറച്ച് വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, ചെറിയുള്ളി, പിന്നെ വറ്റൽമുളക്, ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചിട്ടോ കറിയിലേക്ക് ചേർക്കുന്നേ. തേങ്ങ ഒഴികെ ബാക്കി എല്ലാ സാധനവും ഇട്ടു കേട്ടോ. അതൊന്ന് മൂത്ത് കഴിഞ്ഞിട്ട് തേങ്ങ ഇട്ട് മൂപ്പിക്കാം. ഈ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുവാണേ. ഈ മീനിനെ ഇവിടെ കടൽ കുതിര എന്നാട്ടോ പറയുന്നത്. ഇത് വറക്കാൻ വെക്കുക, കുറച്ച് കറി വെക്കാൻ വേണ്ടി മാറ്റിയിട്ടുണ്ട്, പിന്നെ വെക്കണം. തേങ്ങ അരച്ച് വെച്ചത് ചേനയും പരിപ്പും കൂടെ വെന്തതിലേക്ക് ചേർക്കുവാണ്. ചെറുതായിട്ട് ഞാൻ ഉടച്ചും കൊടുത്തിട്ടുണ്ട്, ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു പരുവത്തിൽ ഇരിക്കുമ്പോൾ തന്നെ കറി അങ്ങ് ഓഫാക്കണം. തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് കുറുകി വരും കേട്ടോ. പിന്നെ പണ്ട് കല്യാണത്തിനൊക്കെ ചോറും കറിയൊക്കെ ഉള്ള സമയത്ത് ഈ ഒരു എരിശ്ശേരി സദ്യയിലൊക്കെ ഉണ്ടാവുമല്ലോ, നല്ല ടേസ്റ്റായിട്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. നെയ്യും കൂടെ ചേർത്ത് കടുക് വറക്കുവാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റാണ്.
മഴയ്ക്കൊരു തോർച്ചയൊന്നുമില്ല, ഇങ്ങനെ പെയ്തുകൊണ്ടിരിപ്പുണ്ട്. കുറച്ച് ചെമ്മീനുള്ളത് ഐസ് മാറാൻ വേണ്ടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് നന്നാക്കിയിട്ട് വറക്കണം. കുഞ്ഞിപ്പെണ്ണിന് പനിയൊക്കെ മാറിയപ്പം കുറച്ച് ചെമ്മീൻ കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം, വറുത്ത് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ചെമ്മീനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് വറക്കാനും വെച്ചു. അടുക്കളയിൽ ഓരോ പണികളൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കൂടെ തന്നെ അലക്കലും വിരിക്കലും ഒക്കെ കഴിഞ്ഞു. പിന്നെ കുളിക്കാനുള്ള വെള്ളമൊക്കെ അടുപ്പ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം കുറച്ച് വാഴപ്പിണ്ടി തോരൻ വെക്കാൻ വേണ്ടിയിട്ട്. വാഴപ്പിണ്ടി ഇതുപോലെ കനം കുറച്ചിട്ട് വട്ടത്തിൽ മുറിച്ചെടുക്കുക. എന്നിട്ട് കയ്യാൽ അതിൻ്റെ നാരൊക്കെ ചുറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് അച്ചാറിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അച്ചാറിട്ട വാഴപ്പിണ്ടി അതുപോലും മനസ്സിലാവത്തില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ നാരൊക്കെ ഞാനിതാ ഇങ്ങനെ ചുറ്റി ചുറ്റി എടുത്തിട്ടുണ്ട്. ഇനിയെല്ലാം കൂടെ കൂട്ടി പിടിച്ചിട്ട് ചെറുതായിട്ട് വെള്ളത്തിലേക്ക് അരിഞ്ഞിടാം, അല്ലെങ്കിൽ കളറ് മാറിയൊരു കറുത്ത കളറൊക്കെ ആയി പോകും. അതുകൊണ്ട് വെള്ളത്തിലേക്ക് കേട്ടോ അരിഞ്ഞിടുന്നത്. ഇങ്ങനെ അല്ലാതെ നമുക്ക് എളുപ്പം അരിയാൻ പറ്റുന്ന വേറൊരു മാർഗ്ഗമുണ്ട്. ഞാൻ ഇന്നാൾ വീഡിയോയിൽ കാണിച്ചില്ലായിരുന്നോ സ്റ്റീൽ ഗ്ലാസ് കൊണ്ട് അരിയുന്നത്. വാഴപ്പിണ്ടി മൂത്ത് പോയാലൊരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല. പിന്നെ കടലയോ പയറോ ഒക്കെ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഇട്ട് വെക്കാം കേട്ടോ, വാഴപ്പിണ്ടിയുടെ കൂടെ. നേരത്തെ വാഴപ്പിണ്ടി വട്ടത്തിലരിഞ്ഞിട്ട് നാരൊക്കെ കളഞ്ഞ് വെച്ചില്ലേ, അതൊരു ചെറിയ ചരുവത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പം സ്റ്റീൽ ഗ്ലാസ് കൊണ്ട് അരിയുന്ന എങ്ങനെയെന്ന് കാണിച്ചു തരാം. ഇതുപോലെ അരമുള്ള ഗ്ലാസ് എടുക്കണം. ആദ്യം എടുത്ത ഗ്ലാസ്സിന് അരം കുറവാണ്, അപ്പോൾ അത് പറ്റത്തില്ല. രണ്ടാമതെടുത്ത ഈ ഗ്ലാസ്സാണ് പറ്റുന്നത്. ഇതും കൊണ്ട് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ ഇങ്ങനെ ആക്കിയാൽ മതി. അന്നേരം തന്നെ പെട്ടെന്ന് ആയി കിട്ടും. 1-2 മിനിറ്റ് മതി കേട്ടോ. ഞാൻ ആ സ്റ്റീൽ ഗ്ലാസ് കമഴ്ത്തി പിടിച്ചിട്ട് അരിഞ്ഞെടുത്തതാണ്. ഇതൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു. ഇനിയിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് തിരുമണം. അന്നേരം നാര് ഉണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യെ കുടുങ്ങും, നമുക്ക് എടുത്ത് കളയാം. പിന്നെ കറയും മാറിക്കിട്ടും. നാരുള്ളത് നല്ലതാണ്, വയറ്റിൽ പോയാലും നല്ലതാണെന്നൊക്കെ പറയുന്നത്. പക്ഷേ നമുക്ക് കഴിക്കുമ്പം ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ, ഒരുപാട് നാരൊക്കെ ആയാൽ. നാരൊന്നും ഇല്ലാതെ തോരൻ വെക്കുന്നതാണ് നല്ലത്. വാഴപ്പിണ്ടി തോരനുള്ള അരപ്പാട്ടോ: തേങ്ങയും മഞ്ഞളും, പിന്നെ ജീരകം, ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്. കാന്താരിമുളകാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഞാൻ ആ കടുക് പൊട്ടിച്ചു, ചെറിയുള്ളി ഇട്ട് മൂപ്പിച്ചേ. മൂത്ത് വരുന്നേ ഉള്ളൂ. കറിവേപ്പിലിടുക. രണ്ട് വറ്റൽമുളക്. തേങ്ങ ഒതുക്കിയത് ഇട്ടിട്ടൊന്ന് മൂപ്പിക്കണം. അരിഞ്ഞു വെച്ചേക്കുന്ന വാഴപ്പിണ്ടി ഇട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ചെറിയ തീയിൽ വേവിച്ചെടുക്കുക കേട്ടോ. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണ്ട. ഞാനിന്ന് വാഴപ്പിണ്ടി ചെറുപയറും കൂടി ഇട്ടിട്ടാണ് തോരൻ വെച്ചത്. പിന്നെ ചോറും കറിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വേഗം ചോറൊക്കെ കഴിച്ചു. ചേട്ടായിക്ക് കൊണ്ടുപോകാനുള്ള ചോറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്താ ബോക്സോ? അതൊക്കെ വലിച്ചു പറിച്ച് കളഞ്ഞില്ലേ? ഹോസ്പിറ്റലിലെ ഓണപ്പരിപാടിക്ക് ചേട്ടായിക്ക് കിട്ടിയതാട്ടോ. ഒരു കപ്പ്, നല്ല ഭംഗിയുണ്ട്. കവറൊക്കെ കുഞ്ഞിപ്പെണ്ണ് വലിച്ചു പൊളിച്ചു. പൈസ എടുത്തോ? 4:30 ബസ്സിനെത്തുമോ? അടിച്ചുവാരിയൊക്കെ രാവിലെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ തറ തുടയ്ക്കാനുണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.